ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ആർക്കാനിക്സ്. മക്കളെ, ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ അറൈൻസ് ഈ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വളരെ ടഫ് ആയിട്ടുള്ള ഇൻഡെക്സ് ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരിക്കാം. ഇവിടെ രണ്ട് പേയേഴ്സ് കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഈ രണ്ട് പേയേഴ്സിൽ ആരാണ് SN2 റിയാക്ഷൻ ഫാസ്റ്റ് ആയിട്ട് പോവുക? ഈ തന്നിരിക്കുന്ന രണ്ട് പേരിൽ SN2 റിയാക്ഷൻ ഫാസ്റ്റ് ആയിട്ട് പോകുന്നത് ആരായിരിക്കും എന്നുള്ളതാണ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ പേര് ഇതാണ്. ഇതൊരു പ്രൈമറി ഹാലൈഡ് ആണ്. ഹാലോജൻ അറ്റാച്ച് ചെയ്ത ഇതാണ് ഹാലോജൻ അറ്റാച്ച് ചെയ്ത കാർബൺ. ഇതിന് ഒരു കാർബണായിട്ട് മാത്രമേ ടച്ച് ഉള്ളൂ. സോ അതിനെ വിളിക്കുന്ന പേര് പ്രൈമറി ഹാലൈഡ്. അപ്പൊ നമുക്ക് ഇതിനെ താഴെ എഴുതാം, ഇതൊരു പ്രൈമറി ഹാലൈഡ് ആണെന്ന് എഴുതാം അല്ലെ. അതൊരു പ്രൈമറി ഹാലൈഡ് ആണ്. ഇനി ഇവിടെ നോക്കുക, ഹാലോജൻ അറ്റാച്ച് ചെയ്ത കാർബൺ ഇതാണ്. ഇതിന് രണ്ട് കാർബണുമായിട്ട് ഡയറക്റ്റ് ടച്ച് ഉണ്ട്. സോ അതൊരു സെക്കൻഡറി ഹാലൈഡ് ആണ്. ക്ലിയർ അല്ലേ? അതിന് താഴെ നമുക്ക് എന്ത് ചെയ്താം, ഇറ്റ് ഈസ് എ സെക്കൻഡറി ഹാലൈഡ് എന്ന് എഴുതാം. ക്വസ്റ്റ്യൻ എന്താണ്, ആരാണ് SN2 റിയാക്ഷന് ഫാസ്റ്റ് ആയിട്ട് പോവുക എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാം SN2 റിയാക്ഷന് ഫാസ്റ്റ് ആയിട്ട് പോകുന്നത് പ്രൈമറി ഹാലൈഡുകളാണ് അല്ലെ. സോ ഇവിടെ SN2 റിയാക്ഷന് ഫാസ്റ്റ് ആയിട്ട് പോകുന്നത് പ്രൈമറി ഹാലൈഡ് ഇതാണ്. ക്ലിയർ അല്ലേ? അപ്പൊ ആരാണ് SN2 റിയാക്ഷൻ? ഈ മൂന്ന് പേരിൽ ആരാണ് ഈ മൂന്ന് പേർ, ഒന്നാമത്തെ പേർ ഇതാണ്. ഇതിൽ ആരാണ് SN2 റിയാക്ഷന് ഫാസ്റ്റ് ആയിട്ട് പോവാന്ന് പറഞ്ഞാൽ ഇയാളാണ് SN2 റിയാക്ഷന് ഫാസ്റ്റ് ആയിട്ട് പോവുക. ഇത് പ്രൈമറി ആണ്. രണ്ടാമത്തെ പേർ നോക്കുക. രണ്ടാമത്തെ പേർ മക്കൾ നോക്കുക. ഇതാ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു ടേർഷറി ഹാലൈഡ് ആണ്. അതായത് ഹാലോജൻ അറ്റാച്ച് ചെയ്ത കാർബൺ ഇതാണ്. ഇതിന് മൂന്ന് കാർബണുമായിട്ട് ടച്ച്, മൂന്ന് കാർബണുമായിട്ട് ടച്ച്. സോ നമുക്കതിന് താഴെ എഴുതാം, അതൊരു ടേർഷറി ഹാലൈഡ് ആണെന്ന് എഴുതാം. അതൊരു ടേർഷറി ഹാലൈഡ് ആണ്. ഇനി ഹാലോജൻ അറ്റാച്ച് ചെയ്ത കാർബൺ ഇതാണ്. ഹാലോജൻ അറ്റാച്ച് ചെയ്ത കാർബൺ ഇതിന് രണ്ട് കാർബണുമായി ടച്ച് ഉള്ളതുകൊണ്ട് ഇതൊരു സെക്കൻഡറി ഹാലൈഡ് ആണെന്ന് നമുക്കറിയാം അല്ലെ. സോ അതിന് നമുക്ക് സെക്കൻഡറി ഹാലൈഡ് എന്ന് എഴുതാം. SN2 റിയാക്ഷൻ ഫാസ്റ്റ് ആയിട്ട് പോവുക സെക്കൻഡറി ഹാലൈഡ് ആണോ ടേർഷറി ഹാലൈഡ് ആണോ എന്ന് വെച്ചാൽ മക്കൾ ഒരു ഇതുമില്ലാതെ പറയാ, ഒരു അങ്കലാപ്പും ഇല്ലാതെ പറയാ, സെക്കൻഡറി ഹാലൈഡ് തന്നെയാണ് SN2 റിയാക്ഷൻ ഫാസ്റ്റ് ആയിട്ട് പോവുക. SN2 ബൈമോളിക്കുലാർ സബ്സ്റ്റിറ്റ്യൂഷൻ മെക്കാനിസം ഫോളോ ചെയ്യുന്നത് സെക്കൻഡറി ഹാലൈഡുകളായിരിക്കും. അടുത്ത പേർ നോക്കുക. അടുത്ത പേർ നന്നായിട്ട് കുറച്ച് ചെറിയ പ്രോബ്ലം ഉണ്ട്. നോക്കിക്കോ മക്കളെ, ശ്രദ്ധിക്കാം. ഇതാ ഇവിടെ ഹാലോജൻ അറ്റാച്ച് ചെയ്ത കാർബൺ ഇതാണ്. ഇത് പ്രൈമറി ആണ്. ഹാലോജൻ അറ്റാച്ച് ചെയ്ത കാർബൺ ഒരു കാർബൺ മാത്രമേ ടച്ച് ഉള്ളൂ. ഇവിടെ താഴെ പ്രൈമറി എന്ന് എഴുതാം. ഇനി ഹാലോജൻ അറ്റാച്ച് ചെയ്ത കാർബൺ ഇതാണ്. ഇതിന് ഒരു കാർബണായിട്ട് മാത്രമേ ടച്ച് ഉള്ളൂ. സോ ഇതും പ്രൈമറി ആണ്. അപ്പൊ പ്രശ്നം, രണ്ടും പ്രൈമറി ആണെങ്കിൽ ആര് പോകും എന്നുള്ളല്ലേ. റെഡി അല്ലേ? രണ്ടും പ്രൈമറി ആണെങ്കിൽ ആരാണ് SN2 റിയാക്ഷൻ ഫാസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ ശ്രദ്ധിക്കണം. ഇവിടെ നിങ്ങൾ നോക്കുക, ഇവിടെ ഹാലോജൻ അറ്റാച്ച് ചെയ്ത കാർബൺ ഇതാണ്. ഇതിന് തൊട്ടടുത്ത കാർബണും സെക്കൻഡറി ആണ്. ഇവിടെ ഹാലോജൻ അറ്റാച്ച് ചെയ്ത കാർബൺ ഇതാണ്. പക്ഷെ ഇതിന് തൊട്ടടുത്ത കാർബൺ ടേർഷ്യറി ആണ്. അപ്പൊ നെക്സ്റ്റ് കാർബൺ നോക്കണം. ഹാലോജൻ അറ്റാച്ച് ചെയ്ത കാർബണിന്റെ നെക്സ്റ്റ് കാർബൺ ടേർഷ്യറി ആണെങ്കിൽ അത് SN1 ആണ് ഫോളോ ചെയ്യുക, SN2 അല്ല ഫോളോ ചെയ്യുക. ശ്രദ്ധിച്ചോ, ഹാലോജൻ അറ്റാച്ച് ചെയ്ത കാർബണിന്റെ നെക്സ്റ്റ് കാർബൺ ടേർഷ്യറി ആണെങ്കിൽ അതെന്താ ഫേവർ ചെയ്യുക? SN1 മെക്കാനിസം ആണ് ഫോളോ ചെയ്യുക. സോ SN2 മെക്കാനിസം അല്ല. ഇത്തരം കേസുകളിൽ ഏതാണ് ഫോളോ ചെയ്യുക എന്ന് വെച്ചാൽ ഏതാ ഫോളോ ചെയ്യുക? ഇതാണ് ഫോളോ ചെയ്യുക. ഓക്കെ, SN2 മെക്കാനിസം. എന്തുകൊണ്ടാണ് മനസ്സിലായല്ലോ? ഹാലോജൻ അറ്റാച്ച് ചെയ്ത കാർബണിന്റെ നെക്സ്റ്റ് കാർബൺ, ഇവിടെ ഹാലോജൻ അറ്റാച്ച് ചെയ്ത കാർബണിന്റെ നെക്സ്റ്റ് കാർബൺ എന്ത് കാർബണാ? ടേർഷ്യറി കാർബൺ ആയതുകൊണ്ട് ഏത് മെക്കാനിസം ഫോളോ ചെയ്യും? ഇത് ടേർഷ്യറി SN1 മെക്കാനിസം ആണ് ഫോളോ ചെയ്യുക. എന്തല്ല? SN2 മെക്കാനിസം അല്ല. ക്ലിയർ അല്ലേ? സോ SN2 മെക്കാനിസം ഫോളോ ചെയ്യുന്നത് ഇയാളാണ്. ക്ലിയർ ആയല്ലോ? ആ പേസ് ക്ലിയർ അല്ലേ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ ഇത് തന്നെ. ഏതാണ് SN1 മെക്കാനിസം ഫാസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നത്? നമുക്കറിയാം ടേർഷ്യറി ആണ് SN1ന്റെ ഓർഡർ ഇതാണ്. ടേർഷ്യറി ഗ്രേറ്റർ ദാൻ SN1ന്റെ ഓർഡർ ഇതാണ്. ടേർഷ്യറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ പ്രൈമറി എന്നുള്ളതാണ് ഓർഡർ. ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് SN1 മെക്കാനിസം ഫോളോ ചെയ്യുന്ന ടേർഷ്യറി ആണ്. തന്നിരിക്കുന്നതിൽ ആരാ ടേർഷ്യറി നോക്കാം. ഇത് ടേർഷ്യറി ആണ് നോക്കുക. ഇവിടെയാണ് ഹാലോജൻ അറ്റാച്ച് ചെയ്ത കാർബൺ ഇതാണ്. ഇതിടാ നോക്കിക്കോ, ഇത് ഞാൻ എഴുതരാം. ഈ കോമ്പൗണ്ട് ഇത്ര CH3 CH3Cl. അതായത് ഈ കോമ്പൗണ്ടാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അതായത് ഇവിടെ നോക്കോ, ഇവിടെയുള്ള കാർബൺ ടേർഷ്യറി കാർബണാ. ടേർഷ്യറി കാർബൺ ഇത് നോക്കാം. ഇവിടെ ഈ കോമ്പൗണ്ട് എഴുതാൻ പോവാണേ. CH3 CH2 CH3 CH2 CH Cl CH3. ഇത് സെക്കൻഡറി ഹാലൈഡ് ആണ് അല്ലെ. CH2 CH3 ഇവിടെ നിന്ന് നോക്കിയോ, ഒന്നുകൂടി പറഞ്ഞിട്ട് നോക്കിക്കോ. ഇതൊരു CH3 ഗ്രൂപ്പാണ്. ഇതൊരു CH3 ഗ്രൂപ്പാണ്. പിന്നെ ഒരു CH2 ഗ്രൂപ്പ്, പിന്നെ ഒരു CH ഗ്രൂപ്പ്, പിന്നെ Cl വരുന്നു,
പിന്നെ CH2 വരുന്നു, പിന്നെ CH3 വരുന്നു. ക്ലിയർ അല്ലേ? എത്ര കാർബണാ? ഇവിടെ നോക്കുക, 1 2 3 4 5 കാർബൺ. 1 2 3 4 5 കാർബൺ. അതൊരു സെക്കൻഡറി ഹാലൈഡ്. എന്താ പറ? സെക്കൻഡറി ഹാലൈഡ്. സെക്കൻഡറി ഹാലൈഡ് ആയതുകൊണ്ട് എന്ത് ഫോളോ ചെയ്യും? ഏതാ, ടേഴ്സറി ആണോ സെക്കൻഡറി ആണോ SN1 മെക്കാനിസം ഫോളോ ചെയ്യുക എന്ന് വെച്ചാൽ മക്കൾക്കറിയാം ആരാ ടേഴ്സറി ആണ് SN1 മെക്കാനിസം ഫോളോ ചെയ്യുക. സോ ഇതാണ് SN1 മെക്കാനിസം ഫാസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. അവരുടെ ക്വസ്റ്റ്യൻ ആരാണ് SN1 മെക്കാനിസം ഫാസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലടാ? യെസ്. അടുത്തത് ഇതേതാ നോക്കുക, ഇത് സെക്കൻഡറി ആണല്ലേ. ഒന്നും ഇനി ഞാൻ എഴുതേണ്ട ആവശ്യമില്ലല്ലോ, ഇത് സെക്കൻഡറി. കാരണം ഈ കാർബൺ 2 കാർബണുമായി ടച്ച് ഉണ്ട്. സോ ഇതെന്താ, ഇതിന് താഴെ എഴുതുക, ഇത് സെക്കൻഡറി ഹാലൈഡ് ആണെന്ന് എഴുതുക. ഇത് പ്രൈമറി ഹാലൈഡ് ആണെന്ന് എഴുതുക. പ്രൈമറി ഏതാ, സെക്കൻഡറി ആണോ പ്രൈമറി ആണോ? SN1 മെക്കാനിസം എന്ന് വെച്ചാൽ മക്കള് ഒരു ഇതുമില്ലാതെ പറയും സെക്കൻഡറി തന്നെയാണ് സാറേ SN1 മെക്കാനിസം ഫോളോ ചെയ്യുക. സോ SN1 മെക്കാനിസം ഫാസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്ന ആരാണെന്ന് വെച്ചാൽ സെക്കൻഡറി ആണോ പ്രൈമറി ആണോ എന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ ഒന്നും നോക്കണ്ട, അടിച്ചു ഏതാ, സെക്കൻഡറി ആണ്. ആരാ? സെക്കൻഡറി. സെക്കൻഡറി അല്ല, സെക്കൻഡറി. ഓക്കെ, വലിയ ക്വസ്റ്റ്യനാണ്, കുറച്ച് ചൊറ പിടിച്ച ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കോ, ഇതിൽ എയും ബിയും സിയും ഡിയും ഇയും ഒക്കെ അനലൈസ് ചെയ്യാൻ പറഞ്ഞിരിക്കുക. നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യ കോമ്പൗണ്ട് നോക്കിക്കോ, ഇതാണ് സംഭവം. ഇവിടെ ഒരു BR ഉണ്ട്, പ്ലസ് Mg ഉണ്ട്. എന്താ ഫോം ചെയ്യുക? അറൈൽ മെഗ്നീഷ്യം ബ്രോമൈഡ്. അറൈലല്ല, സൈക്ലോ ഹെക്സല. ഓക്കെ, MgBr. ഇതാണ് നമ്മളെ എ എന്ന് പറഞ്ഞ സംഭവം. ഗ്രിഗ്നാർഡ് റിയേഷൻ അതാ ഇവിടെ നോക്കിക്കോ, ഹാലൈഡ് RBr Mg RMgBr ആയി മാറും. RMgBr അല്ലെ, ആൽക്കൈൽ ഓർ അറൈൽ മെഗ്നീഷ്യം ബ്രോമൈഡിനെ വിളിക്കുന്ന പേരെന്താ? ഗ്രിഗ്നാർഡ് റിയേഷൻ. ഈ ഗ്രിഗ്നാർഡ് റിയേഷനിലേക്ക് വെള്ളം ഒഴിച്ചാൽ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഇതാ, വെള്ളം ഒഴിച്ചാൽ സംഭവിക്കുന്നത് ഇതാണ് വെള്ളം ഒഴിച്ചാൽ സംഭവിക്കാൻ പോകുന്നത്. ഇത് ഇവിടെ ഇങ്ങ് ബ്രേക്ക് ആവും. ഒരു H ഇവിടെ വരും, ഒരു H ഇവിടെ വരും, ഒരു OH ഇവിടെ വരും. കിട്ടുന്ന പ്രോഡക്റ്റ് നോക്കിക്കോ, സൈക്ലോ ഹെക്സൈൻ കിട്ടി. സൈക്ലോ ഹെക്സൈൻ പ്ലസ് MgOHBr. അപ്പൊ മക്കൾ ചിന്തിക്കും, സാർ അവിടെയുള്ള ഹൈഡ്രജൻ എവിടെ പോയിന്ന്? ഇവിടെയുള്ള ഹൈഡ്രജൻ ഇവിടെ ഉണ്ടോ? അത് കാണിക്കൊന്നുമില്ല, ഹൈഡ്രജൻ അവിടെ ഉണ്ട്. ഓക്കെ, സൈക്ലോ ഹെക്സൈൻ കിട്ടി. അപ്പൊ ഇതും കിട്ടി. എന്താ, ഇവിടെ 2 കിട്ടി, എയും കിട്ടി, ബിയും കിട്ടി. എയും നമ്മൾ ആൻസർ എഴുതി, സോറി, എയും നമ്മൾ ആൻസർ എഴുതി, ബിയും ആൻസർ എഴുതി. എ എഴുതി, ബി എഴുതി. ക്ലിയർ അല്ലേ? ഇതാണ് എ എന്ന് എഴുതി, ഇതാണ് എ, ഇതാണ് ബി. യെസ്. അപ്പൊ എയും ബി ആയാലോ. ഇനി സിയും ഡി ആണ്. സിയും ഡി ചെയ്യുന്ന RBr പ്ലസ് Mg. ആറാണ് അനലൈസ്. RBr പ്ലസ് Mg നോക്കിക്കോ, RBr നോക്കുക, RBr പ്ലസ് Mg ആണ്. RBr പ്ലസ് Mg എന്ന് ഫോം ചെയ്യും. RMgBr ഫോം ചെയ്യും. RMgBr. ഈ RMgBrലേക്ക് ഹൈഡ്രോളൈസ് വാട്ടർ ആഡ് ചെയ്തു, അല്ലെങ്കിൽ D2O ഡ്യൂട്ടി ഇതാ, വാട്ടറിലെ ഹെവി വാട്ടർ ആഡ് ചെയ്തു, D2O ആഡ് ചെയ്തു. കിട്ടുന്ന പ്രോഡക്റ്റ് ഇതാണ്. CH3 കിട്ടുന്ന പ്രോഡക്റ്റ് CH3 CHD CH3 അല്ലേ? അതിലെ കിട്ടിയിരിക്കുന്നത് CH3 CH3 CHD CH3. അപ്പൊ ഇവിടെ R എന്താണെന്ന് അനലൈസ് ചെയ്യണം. ഇവിടെയുള്ള R എന്താണെന്ന് അനലൈസ് ചെയ്യണം. നമ്മൾ നോക്കാം. ഓക്കെ, R എന്താണെന്ന് അനലൈസ് നോക്കാം. ഈ പ്രോഡക്റ്റ് കിട്ടണമെങ്കിൽ ഇവിടെ D വരണമെങ്കിൽ, ഇവിടെ D വരണമെങ്കിൽ അവിടെ ആയിരിക്കും ഹാലോജൻ ഉണ്ടാവുക. നമ്മൾ എഴുതി നോക്കുക. ആറിന് പകരം CH3 എഴുതി നോക്കുക. CH3 CH3 ഈ D കാണുന്നിടത്ത് ഹാലോജൻ കൊടുത്തുക, Br. ഇവിടെ Mg2 എന്നിട്ടു Mg. അപ്പൊ എന്താ കിട്ടുക? CH3 CH3 ഈ MgBr ആയി മാറി. MgBr ആയി മാറി. അതിലേക്ക് വാട്ടർ ആഡ് ചെയ്യുക, D2, സോറി ഹെവി വാട്ടർ ആണ്, D2O ആഡ് ചെയ്യുക. D2O ആഡ് ചെയ്താൽ എന്താ സംഭവിക്കുക? ഇതങ്ങ് ബ്രേക്ക് ചെയ്യും. ഇതിങ്ങനെ ബ്രേക്ക് ചെയ്തിട്ട്, സോറി ഇതിങ്ങനെ ബ്രേക്ക് ചെയ്തിട്ട് ഇവിടെ ഡിയും വരും, ഇവിടെ ODയും വരും. അപ്പൊ എന്താ കിട്ടുക? CH3. ആൻസർ കിട്ടുന്ന ആൻസർ ഇങ്ങനെ വരും, CH3 CHD CH3. അതായത് ഇത് തന്നെ കിട്ടി. ക്ലിയർ അല്ലേ? പ്ലസ് MgODBr കിട്ടി. ക്ലിയർ അല്ലേ? വാട്ടർ പകരം H2O പകരം D2O ആഡ് ചെയ്തു. അപ്പൊ നമ്മൾ R ഏതാ? ഇതാണ് R ഗ്രൂപ്പ്. ഇത് ഈ കാണുന്നതാണ് ഈ R ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ R is equal to this. ഓക്കെ, R അനലൈസ് ചെയ്യാൻ പറഞ്ഞിട്ട്, R എന്താന്ന് അനലൈസ് ചെയ്യാൻ പറഞ്ഞിട്ട്, ഇതാ A അനലൈസ് ചെയ്തു, B അനലൈസ് ചെയ്തു, R അനലൈസ്, R അല്ലേ? അപ്പൊ പിന്നെ C അനലൈസ് ചെയ്തു, C നമ്മൾ അനലൈസ് ചെയ്തു, D അനലൈസ് ചെയ്തു, D നമ്മൾ ചെയ്യാൻ പോകുന്നില്ല. ഓക്കെ, അടുത്തത്
അടുത്ത ക്വസ്റ്റ്യൻ ആണ് നോക്കുക. RXലേക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കും. കുറച്ച് ടഫായിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻ ആണ്. RXലേക്ക് ഇത് RX ആണ്. RXലേക്ക് സോഡിയം ആഡ് ചെയ്തു. സോഡിയം ആഡ് ചെയ്തു ഡ്രൈ ഈതറിന്റെ പ്രസൻസിൽ. ഗ്രിഗ്നാർഡ് റിയേജന്റ് വുഡ്സ് റിയാക്ഷൻ ആണ്. ഡ്രൈ ഈതറിന്റെ പ്രസൻസിൽ കിട്ടിയ പ്രോഡക്റ്റ് അവർ ഇതാണെന്ന് CH3 C CH3 CH3 C CH3 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 ഇതാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ R എന്തായിരിക്കും എന്നുള്ള അവിടെ ക്വസ്റ്റ്യൻ. R എന്തായിരിക്കും? വളരെ എളുപ്പമാണ്. എന്ത് ചെയ്യുക? ഈ ബോണ്ട് അങ്ങ് റിമൂവ് ചെയ്യാം. അതായത് ഇവിടെ കാണുന്ന ഈ ബോണ്ട് റിമൂവ് ചെയ്യുക. അവിടെ ഹാലോജൻ കൊടുത്താൽ മതി. അപ്പോൾ R കിട്ടി. അപ്പോൾ എന്താ R കിട്ടണമെങ്കിൽ ഇതാ മക്കൾ ശ്രദ്ധിക്കുക. ഈ ബോണ്ട് ഇവിടെ ഒരു ബോണ്ട് ഉണ്ട്, ഇവിടെ ഒരു ബോണ്ട് ഉണ്ട്. ആ ബോണ്ട് റിമൂവ് ചെയ്താൽ മതി. ബോണ്ട് റിമൂവ് ചെയ്ത് ഹാലോജൻ കൊടുത്താൽ മതി. CH3 C CH3 CH3 ഇവിടെ ഒരു ഹാലോജൻ കൊടുക്കുക. BRO എന്നും കൊടുക്കുക. BR X കൊടുത്താൽ മതി. X ഇനി BR കൊടുക്കുക. പ്ലസ് സോഡിയം പ്ലസ് BR C CH3 CH3 CH3. യെസ്, ഇത് ചെയ്താൽ കിട്ടുന്ന പ്രോഡക്റ്റ് 2NaBr പോയി നമുക്ക് ഇതല്ലേ കിട്ടുക. അപ്പോൾ R എന്താണെന്നുള്ള ക്വസ്റ്റ്യൻ ആൻസർ ആയി. R ചോദിച്ചാൽ ഇങ്ങനെ പ്രോഡക്റ്റ് തന്നിട്ട് R ചോദിച്ചാൽ മക്കൾ ചെയ്യേണ്ടത് ഇവിടെയല്ലേ ഈ ബോണ്ടം ഒഴിവാക്കുക. ആ ബോണ്ട് ഒഴിവാക്കിയിട്ട് ഇവിടെ എന്ത് കൊടുക്കുക? ആ ബോണ്ടിന് പകരം ഇവിടെ X ഇട്ട് കൊടുക്കുക. ഹാലോജൻ ഇട്ട് കൊടുത്താൽ മതി. ആൻസർ ആയി. R കിട്ടാൻ എളുപ്പമാണ്. യെസ്, അപ്പം നമ്മൾ ആ ക്വസ്റ്റ്യനും ആൻസർ ചെയ്തു. അപ്പോൾ ഇവിടെ R എന്താണെന്ന് മനസ്സിലായല്ലോ. സോറി, ഇവിടെ R എന്താണെന്ന് മനസ്സിലായി. R ഡാഷ് എന്താണെന്ന് R ഡാഷ് എന്ന് പറഞ്ഞാൽ ഇതാണ് R ഡാഷ്, ഇതുമാണ് R ഡാഷ് എന്ന് പറഞ്ഞാൽ. ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. ഇനി ഇതിലേക്ക് മെഗ്നീഷ്യം ആഡ് ചെയ്യുക. ഈ ഹാലൈഡിലേക്ക് മെഗ്നീഷ്യം ആഡ് ചെയ്യുക. നോക്കുക, ഈ ഹാലൈഡിലേക്ക് ഇതാ അവർ പറഞ്ഞു ഈ ആൽക്കൈൽ ഹാലൈഡിലേക്ക് എന്താ ആഡ് ചെയ്യുന്നത്? മെഗ്നീഷ്യം ആഡ് ചെയ്താൽ എന്ത് കിട്ടും നോക്കാം. CH3 നോക്കുക, CH3 C CH3 CH3 BR ആണ്. ഇതിലേക്ക് മെഗ്നീഷ്യം ആഡ് ചെയ്താൽ എന്താ കിട്ടുക? CH3 C CH3 CH3 MgBr ആയി മാറി. MgBr. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് അതിലേക്ക് എന്താ ആഡ് ചെയ്യുന്നത്? വാട്ടർ ആണോ ആഡ് ചെയ്യുന്നത്? ഓക്കെ, വാട്ടർ ആഡ് ചെയ്യാണ്. D കിട്ടി. അപ്പോൾ D എന്താണെന്ന് കിട്ടിയല്ലോ. D കിട്ടി. D ഇതിലേക്ക് വാട്ടർ ആഡ് ചെയ്ത് നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. വാട്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? വാട്ടർ ആഡ് ചെയ്ത് ഇങ്ങനെ ബ്രേക്ക് ചെയ്യും. വാട്ടർ ആഡ് ഇവിടെ H വരും, ഇവിടെ OH വരും. അപ്പോൾ എന്താ കിട്ടുക നമുക്ക് നോക്കാം. CH3 C CH3 ഇവിടെ H വന്നു പ്ലസ് MgOH Br. ക്ലിയർ അല്ലേ? അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള NCERT ഇൻഡെക്സ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കുറച്ച് ടഫ് ആണ് റിയാക്ഷൻ. നോർമലി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ കമ്പാരിറ്റീവ്ലി ഈസിയാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നല്ല ടഫാണ്. നന്നായിട്ട് ശ്രദ്ധിച്ചിരുന്ന് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഒന്നുകൂടി ഞാൻ ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാണ്. ഇവിടത്തേക്ക് എന്ത് ചെയ്യുക? ഇതിലേക്ക് മെഗ്നീഷ്യം വെച്ചാൽ എന്ത് കിട്ടുമെന്ന് വെച്ചാൽ MgBr കിട്ടി. ഗ്രിഗ്നാർഡ് റിയേജനിലേക്ക് വാട്ടർ ഒഴിച്ചാൽ എന്തായി മാറി? ഈ കറസ്പോണ്ടിങ് ആൽക്കെയിൻ പ്രൊഡ്യൂസ് ചെയ്യും. ക്ലിയർ അല്ലേ? രണ്ടാമത് RBr മെഗ്നീഷ്യം വെച്ചപ്പോൾ ഒരു പ്രോഡക്റ്റ് ഫോം ചെയ്തു. ആ പ്രോഡക്റ്റിൽ R എന്താണെന്നാണ് ചോദിച്ചത്. R എന്ന് പറഞ്ഞാൽ ഇവിടെ D ഒഴിവാക്കി ഹാലോജൻ കൊടുത്താൽ R കിട്ടും. ക്ലിയർ? യെസ്. അതുപോലെ തന്നെ ഇതൊരു പ്രോഡക്റ്റ് ആണ്. ഇവരെ റിയാക്ട് ചെയ്ത് സോഡിയം വെച്ച് റിയാക്ട് ചെയ്തപ്പോൾ ഈ പ്രോഡക്റ്റ് കിട്ടി. ഇതിൽ R ഡാഷ് എന്താണെന്ന് ചോദിച്ചു. R ഡാഷ് കാണാൻ എളുപ്പമാണ്. എന്താ ചെയ്യുക? ഈ മിഡിലുള്ള ഈ ബോണ്ടം ഒഴിവാക്കി, ഇവിടെ BR കൊടുത്താൽ R ഡാഷ് ആയി മാറി. ക്ലിയർ അല്ലേ? യെസ്. അപ്പം NCERT ഇൻഡെക്സ് ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്യുക? ഏറ്റവും ടഫായിട്ടുള്ള ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ അറൈൻസിലെ NCERT ഇൻഡെക്സ് ക്വസ്റ്റ്യൻ മുഴുവനായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. നന്നായി ശ്രദ്ധിക്കുക. ഇതിൻ്റെയൊക്കെ എല്ലാ NCERT ഇൻഡെക്സ് ക്വസ്റ്റ്യൻ്റെയും ഷോർട്ട് വീഡിയോസ് നമ്മുടെ ചാനലിൽ കണ്ടിന്യൂസ് ആയിട്ട് അപ്പ് ചെയ്യുന്നുണ്ട്. മക്കളെ ശ്രദ്ധിക്കുക. ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഈ ഇൻഫർമേഷൻ ഒക്കെ ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.